കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ലോ കോളേജുകളിലെ LLB മൂല്യനിർണ്ണയ അപാകതകൾക്കും വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കുമെതിരെ SFIയുടെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം സർവകലാശാല ആസ്ഥാനത്ത് തുടരുകയാണ്. VCയുടെ സംഘപരിവാർ നയങ്ങൾക്കെതിരെ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പ്രതികരിക്കാത്തത് ഈ സർക്കാരിന്റെ സംഘപരിവാർ കൂട്ടുകെട്ടിന്റെ തെളിവാണെന്ന് SFI ആരോപിക്കുന്നു. അതുമാത്രമല്ല, കാലിക്കറ്റ് സർവകലാശാലയിൽ SFI യൂണിറ്റ് സെക്രട്ടറിയെ പുറത്താക്കിയതിലും വലിയ വിമർശനം ഉയരുന്ന സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ആദ്യം തന്നെ അറിയുവാൻ പോകുന്നത്. നൗഫലുണ്ട് നമ്മളോടൊപ്പം വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ. നൗഫലിലേക്ക് പോകാം. നൗഫൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. സമാനമായ സാഹചര്യം കഴിഞ്ഞ 10 വർഷക്കാലവും ഉണ്ടായിരുന്നു. കാരണം VCയുടെ ഇത്തരത്തിലുള്ള സംഘപരിവാർ നയങ്ങൾ അത് എപ്പോഴൊക്കെ തലയുയർത്തി വിദ്യാർത്ഥികൾക്ക് നേരെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശക്തമായി പ്രതിരോധം തീർത്ത് വിദ്യാർത്ഥികൾക്കൊപ്പം നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ VC എന്ത് ചെയ്താലും അല്ലെങ്കിൽ ചാൻസലർ ഏതൊക്കെ തരത്തിൽ കൈകടത്തിയാലും അതിനെല്ലാം മൗനാനുവാദം കൊടുത്ത് ഏറാൻ മൂളി നിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുന്നു. വകുപ്പ് മന്ത്രി ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം അപാകതകൾ വിദ്യാർത്ഥികൾ ഉയർത്തി കാണിച്ചിട്ടും അതിനോടൊന്നും ഒരു മറുപടിയില്ല. അത് ഈ വിദ്യാർത്ഥികൾക്കൊപ്പം അവർ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ അവിടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സമരമുഖത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് സുന്ദൂരി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ വിവിധങ്ങളായ സർവകലാശാലയിലടക്കം നമ്മൾ പറഞ്ഞത് കേരള സർവകലാശാലയിലെ കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ സർവകലാശാലയിലെയും സമാന സ്ഥിതി തന്നെയാണ് തുടരുന്നത്. അതായത് ഭരണസ്തംഭനം എന്ന് തന്നെ നമുക്കത് പറയാൻ സാധിക്കും. കഴിഞ്ഞ കേരള സർവകലാശാലയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച സമരമാണ് ഇന്നും അത് തുടരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഉയർത്തുകാട്ടുന്ന വിഷയം ഈ LLB വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയത്തിൽ വലിയ അപാകതകൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കണം, വൈസ് ചാൻസലർ അതിൽ ഇടപെടണം എന്ന ഒരു ആവശ്യമാണ്. അതായത് ഈ പറയുന്ന LLB വിദ്യാർത്ഥികൾക്കുള്ള പുനർമൂല്യനിർണ്ണയത്തിൻ്റെ ഫീസ് അത് കുത്തനെ 1000-ഓടടുപ്പിച്ച് 900 ആയി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ മാർക്ക്, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം മാർക്ക് അധികം കിട്ടിയവർക്ക് നമുക്കറിയാം സാധാരണയായി അങ്ങനെ മാർക്ക് കിട്ടുന്നവർക്കുള്ള ആ കാശ് അത് അടച്ച പൈസ തിരിച്ച് നൽകുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിങ്കളാഴ്ച ആരംഭിച്ച സമരം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും അത് തുടരുന്നത്. മാത്രമല്ല, ഈ പറയുന്ന കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിൻ്റെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ അതെല്ലാ കാലത്തും പ്രഖ്യാപിതമായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. അതിനെ SFI അങ്ങേയറ്റം എതിർത്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം നടത്തിയ ഈ പറയുന്ന ഒരു പരാമർശം. അതായത് കേരളത്തിലെ പൊതുസമൂഹത്തെ ആകെ ഈ പറയുന്ന വന്ദേമാതരം വിഷയം നമുക്കറിയാം വലിയ വിവാദപരമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ സംഘപരിവാർ ഒരു ആയുധമാക്കി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന വന്ദേമാതരം അംഗീകരിക്കാത്തവർ സ്വന്തം അമ്മയെ അംഗീകരിക്കാത്തവരെന്നാണ് ഈ വൈസ് ചാൻസലർ പറഞ്ഞത്. അതായത് എൻ്റെയും സിന്ദൂരയുടെയും അടക്കം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പരസ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ വിളിക്കാതെ പറഞ്ഞത് സ്വന്തം അമ്മയ്ക്ക് വിളിക്കുന്ന രീതിയിലേക്ക് വൈസ് ചാൻസലറുടെ പ്രസ്താവന മാറി. അതിനെതിരെയുമാണ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതീകാത്മകമായി പല സമരമുറകളും നമ്മൾ കണ്ടു. ഇന്നലെ അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന സർവകലാശാലയുടെ ആസ്ഥാനത്ത്, അതായത് ഓണം ആഘോഷിക്കേണ്ട വിദ്യാർത്ഥികൾ അവർക്കുമുണ്ട് ഓണം, അവർക്കും ആഘോഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധിയിൽ ഇവിടെ അവർ സമരമിരിക്കുകയാണ്. അവിടെ അത്തപ്പൂക്കളമിട്ടും ഈ പറയുന്ന സംഘിക്ക് പൊട്ടുതൊടൽ എന്ന ക്യാപ്ഷനിൽ ആ പറയുന്ന VCയുടെ ചിത്രത്തിൽ പൊട്ടുതൊട്ടുമെന്നും അങ്ങനെയൊക്കെയുമുള്ള പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചത്. അത് ഇന്നും തുടരും. അതായത് ഇന്നലെ ക്രിക്കറ്റ് കളിച്ചും ഇവിടെ തന്നെ പല രീതിയിലുള്ള പ്രതീകാത്മകമായ സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരത്തെ അടിച്ചമർത്താൻ ഈ അധികാരികൾ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അവിടെ യാതൊരു ശല്യവും ഇല്ലാതെയാണ് ആ കാണുന്നത്. നമുക്ക് സർവകലാശാലയുടെ മുന്നിലാണ് നമ്മളുള്ളത്. ആ വാതിൽക്കലാണ്, 2 സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനെ അടിച്ചമർത്താൻ വേണ്ടി രജിസ്ട്രാർ DGPക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, പരാതി കൈമാറുന്ന ഒരു സ്ഥിതിയും ഇന്നലെ ഉണ്ടായി. അതായത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ഇവരുടെ സമരം ബാധിക്കുന്നു എന്ന ഒരു പേരിൽ അതിനെ അടിച്ചമർത്താനുമുള്ള ഒരു ശ്രമം ഇന്നലെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സമാനമായ സ്ഥിതി തന്നെയാണ് നേരത്തെ പറഞ്ഞ കാലിക്കറ്റിലും ഉള്ളത്. അതായത് IC ഘോഷ് നമുക്കറിയാം ഡൽഹിയിലെ വലിയ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം കൊടുക്കുകയും അത് വിജയിപ്പിക്കുകയും അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള IC ഘോഷിൻ്റെ കേരളത്തിലെ പറയുന്ന പ്രവർത്തനം അല്ലെങ്കിൽ കേരളത്തിലെ പരിപാടികൾ ആദ്യം കണ്ണൂരിൽ അത് നിഷേധിക്കുന്നു. പക്ഷേ SFI അത് നടത്തുക തന്നെ ചെയ്തു. കാലിക്കറ്റിലും സമാനമായ
സ്ഥിതിയുണ്ടായപ്പോൾ ഇന്നലെ, അതായത് കാലിക്കറ്റ് സെമിനാർ ഹാൾ അതുമായി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടെടുക്കുകയും പക്ഷേ അവിടെ തന്നെ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഫണ്ട് ഉൾപ്പെടെ കാലിക്കറ്റിൽ തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന കാലിക്കറ്റിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അന്ന് തിരിച്ചെടുക്കുമ്പോൾ മുന്നോട്ട് വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ പറയുന്ന സമരങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് വിചിത്രമായ ഒരു നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇനി ഇടപെടരുത്, സമരങ്ങളിൽ പങ്കെടുക്കരുത് എന്ന ഒരു വിചിത്രമായ ഉപാധിയാണ് ആ യൂണിറ്റ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് വെച്ചത്. നമുക്കറിയാം, ന്യായമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു SFI പ്രവർത്തകൻ്റെ കടമ തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഐഷി ഘോഷിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഈ പറയുന്ന കാലിക്കറ്റിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അതിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. മറ്റൊരു വിഷയം, KTUവിലേക്ക് വരുമ്പോൾ സിസ തോമസ്, KTUവിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള സിസ തോമസിനെതിരെ, അതായത് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നില്ല, അത് മാസങ്ങളോളം നീണ്ടുപോകുന്നു, സർവകലാശാലയിൽ VC എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KTUവിലും ഇത് സമാനമായ സ്ഥിതി, ഈ സമരം തുടരുകയാണ്. അത്തരത്തിൽ അവർക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ 4ഓളം പ്രവർത്തകർ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത് വൈകാരികമായി തന്നെയാണ് ഇന്നലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ ഓണക്കാലമാണ്, അതിൽ ഒരാളുടെ പെങ്ങളുടെ പോലും കല്യാണമാണ്, ആ കല്യാണത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവർ പറയുന്നത്, പ്രതീകാത്മകമായി പറയുന്ന സിസ തോമസിൻ്റെയൊക്കെ കോലം കത്തിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടുത്ത നടപടിയിൽ കോലം കത്തിക്കുന്നതിനപ്പുറം കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് അറസ്റ്റ്. പക്ഷേ ന്യായമായും സ്വാഭാവികമായും ജനാധിപത്യപരമായി നടന്ന ഒരു സ്വാഭാവിക പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു, പുറത്തിറങ്ങിയാൽ കണ്ടാലറിയാവുന്നതിരെ കേസെടുക്കുന്നു. അതായത് കാലടിയിൽ വകുപ്പ് മന്ത്രി, എടുത്തു പറയേണ്ടത് അതാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിൽ പോലും ഇത്തരത്തിലുള്ള മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ SFIക്കെതിരെ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, കേസുകൾ എടുക്കുന്നു. ഇക്കാര്യത്തിലേക്ക് പറഞ്ഞു വരുന്നത് ഈ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണർ DGP വരെ വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിൽ ഈ കാര്യങ്ങളിലൊന്നും മന്ത്രി റോജി എം ജോണിനോട് പ്രതികരണം തേടുമ്പോഴും ചോദിക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു ന്യായം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളും സംഘപരിവാർവൽക്കരണം, കാവ്യവൽക്കരണം ഇപ്പോൾ പരോക്ഷമായി നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ KSU നമുക്കറിയാം എന്തായാലും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സർവകലാശാലകളുടെയും ഭരണത്തിലുള്ളത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്തത് SFI ആണ്. KSUവും MSFും, അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSFും KSUവിൻ്റെയും മൗനം അത് സ്വാഭാവികമായ ഒന്നാണ്. കേരളയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വരുമ്പോൾ കഴിഞ്ഞ 2 മാസമായി ഇവിടെ യൂണിയന് ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് നടന്ന SFI കേരള സർവകലാശാലയുടെ യൂണിയൻ പിടിച്ചെടുത്തു. 2 മാസം പിന്നിട്ടിട്ട് ഇതുവരെയും ഇവിടെ സത്യപ്രതിജ്ഞ പോലും നടക്കാൻ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയന് ചുമതലയേൽക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇതുവരെയും അതിനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ വിവിധങ്ങളായ എല്ലാ സർവകലാശാലകളിലും ഇത് നടക്കുന്നു. അതിന് ഈ സർക്കാർ മൗനത്തിലാകുന്നു. വൈസ് ചാൻസലർമാരുടെ സംഘപരിവാർവൽക്കരണത്തിനും എല്ലാം ഈ സർക്കാർ കുടപിടിക്കുന്നു. അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ മൗനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. സിന്ധൂരി. ശരി, നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഈ സംഘപരിവാർ നയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് VC ആവട്ടെ ചാൻസലർ ആവട്ടെ മുന്നോട്ട് വെക്കുന്നത് ഈ ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സമരം ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ സമരം ചെയ്യരുത്, സമരമുഖത്തേക്ക് ഇറങ്ങരുത്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞാൽ മാത്രമേ, അങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്കിവിടെ പഠിക്കാനുള്ള അവകാശമുള്ളൂ എന്നൊരു നിലപാടാണ് VC എടുക്കുന്നത്. അങ്ങനൊരു നിലപാട് VC എടുക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട, വിദ്യാർത്ഥികളോടൊപ്പം നിലനിൽക്കേണ്ട, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കേണ്ട സർക്കാർ സംവിധാനം, വകുപ്പ് മന്ത്രി നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ 10 വർഷക്കാലം, പക്ഷേ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതാണ് എല്ലാവരെയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അവസ്ഥയ്ക്ക് വളരെയധികം ദുഃഖകരമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നൗഫൽ നമ്മളോട് പങ്കുവച്ചത്. SFIയുടെ നേതൃത്വത്തിലുള്ള സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.